മുഖ്യമന്ത്രി പറയുന്ന കള്ളങ്ങൾ അപ്പപ്പോൾ പൊളിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. 10,000 കോടിയുടെ കപ്പൽ നിർമ്മാണ കേന്ദ്രം വരാൻ പോകുന്നുവെന്ന നുണ പൊളിഞ്ഞതിന് പിന്നാലെയാണ് കഴിഞ്ഞ LDF സർക്കാർ കൊണ്ടുവന്ന ബോട്ട് നിർമ്മാണ പദ്ധതിയാണ് പുതിയ കുപ്പിയിൽ സതീശൻ അവതരിപ്പിച്ചതെന്ന് തെളിഞ്ഞത്. ഈ 10,000 കോടിയുടെ നിക്ഷേപം സംബന്ധിച്ച മുഖ്യമന്ത്രി VD സതീശന്റെ ഒരു അവകാശവാദം കൂടി പൊളിയുകയാണ്. ടാറ്റ ആർട്സ് ആൻഡ് മലബാർ സിമന്റ്സ് സംയുക്ത സംരംഭമായ വൻകിട ബോട്ട് നിർമ്മാണ യൂണിറ്റ് UDF സർക്കാരിൻ്റേതാണെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം നുണയാണെന്ന് തെളിഞ്ഞു. പദ്ധതി LDF സർക്കാരിന്റെ കാലത്തേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. സാലി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. സാലി, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ കണ്ടതാണ് ടാറ്റയുടെ 10,000 കോടിയുടെ നിക്ഷേപം കപ്പൽ നിർമ്മാണശാല കേരളത്തിൽ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരുന്നു, ഒരു മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയിരുന്നു. എന്നാൽ അത് ടാറ്റ തന്നെ പൊളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ടാറ്റ അത്തരത്തിൽ ഒരു വാഗ്ദാനം മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടില്ല. കേരളത്തിലെന്നല്ല മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിൽ ഒരു കപ്പൽ നിർമ്മാണശാല നടത്താൻ ടാറ്റ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ടാറ്റ തന്നെ വ്യക്തമാക്കി. ഈ ഒരു കാര്യം പൊളിഞ്ഞതോടുകൂടി മുഖ്യമന്ത്രി അടുത്തൊരു വസ്തുതയുമായി രംഗത്ത് വന്നു. അതായത്, ഈ മുഖ്യമന്ത്രി ഒരു വിശദീകരണ കുറിപ്പ് ഇന്നലെ പുറത്തിറക്കിയിരുന്നു. അതിലെ മറ്റൊരു പ്രഖ്യാപനമായിരുന്നു ഈ മലബാർ സിമന്റ്സ് ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് സംയുക്ത സംരംഭം. എന്നാൽ അത് UDF സർക്കാരിൻ്റേതെന്ന പേരിലാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടത്. ഇത് പുതിയ പദ്ധതിയല്ല എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് P. രാജീവ് വ്യവസായ മന്ത്രിയായിരിക്കെ ധാരണാപത്രം ഒപ്പുവെച്ച പദ്ധതിയാണ്. എന്താണ് ഇതിലെ വാസ്തവം? അപ്പം അതായത് നമ്മളിപ്പോൾ നമ്മുടെ കൈവശമുള്ള രേഖ എന്ന് പറയുന്നത് 19/2/2025 ഒരു ജിയോയാണ്. ആ ജിയോയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അന്നത്തെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷ് IAS. ആ രേഖ പ്രകാരം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ് ഈ പദ്ധതി, എവിടം വരെ എത്തിയത് ഈ പദ്ധതി എന്ന വിവരങ്ങൾ വിശദമായി തന്നെ ആ ജിയോയിലുണ്ട്. ആ പദ്ധതി പ്രകാരം ടാറ്റയുടെ സബ്സിഡിയറി കമ്പനിയായ ആർട്സണും ഒപ്പം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സും ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ, ഒരു സംയുക്ത സംരംഭം കേരളത്തിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന് 2 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് MOUകൾ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്, ധാരണാപത്രങ്ങൾ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് 2 കമ്പനികളും തമ്മിൽ. ആ 2 രേഖകളാണ് നമ്മുടെ കൈവശമുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് എന്താ? മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞു 10,000 കോടിയുടെ ഒരു വലിയ പദ്ധതി കേരളത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. മിഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല, അതാണ് അദ്ദേഹത്തിൻ്റെ വാചകം. അദ്ദേഹം ഒരു അന്തർദേശീയ മാധ്യമത്തിന് ആദ്യം അഭിമുഖം കൊടുത്തു. പിന്നീട് തിരുവനന്തപുരത്ത് ഒരു പൊതുയോഗത്തിൽ ഇത് സ്വന്തം എന്ന പേരിൽ വളരെ വാചാലനായി ചിരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പൊളിഞ്ഞത് മണിക്കൂറുകൾക്കകം തന്നെ അത് പൊളിഞ്ഞു. കാരണം ടാറ്റ കമ്പനി തന്നെ അതിലൊരു വിശദീകരണമായി രംഗത്തെത്തി നിഷേധിക്കുന്നതായിരുന്നു വിശദീകരണം. അതായത്, കപ്പൽ നിർമ്മാണ മേഖലയിൽ ഞങ്ങൾ ഇതുവരെ ഇല്ല, ഇനി തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, കേരളത്തിൽ അങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. ഏതായാലും വലിയ തിരിച്ചടി VD സതീശനെ സംബന്ധിച്ചിടത്തോളം ടാറ്റയുടെ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയാണ് തകർന്നത്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പൊതുവിശ്വാസ്യതയെ ബാധിച്ചതായിരുന്നു ആ പ്രശ്നം എന്നുള്ള വസ്തുത. എങ്കിലും മുഖ്യമന്ത്രി നിലയിൽ അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു, വസ്തുതാവിരുദ്ധമായൊരു കാര്യം. പക്ഷെ പറഞ്ഞു, ടാറ്റ അത് നിഷേധിച്ചു. അപ്പോൾ വലിയ തകർച്ച അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഉണ്ടായി. അത് മറികടക്കാൻ അദ്ദേഹം ഒരു വിശദീകരണക്കുറിപ്പ് ഇന്നലെ രംഗത്തെത്തി. ആ വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് 10,000 കോടി എന്ന് പറയുന്നത് 1 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു വലിയ പദ്ധതിയാണ് ഞാൻ പറഞ്ഞത്, മിഷൻ സമുദ്രയുടെ ഭാഗമായി. അതിൽ ഒരു പദ്ധതി ഇതാണ്. ഏത്? ആർട്സ് ആൻഡ് ഗ്രൂപ്പ്, ടാറ്റയുടെ സബ്സിഡിയറിയായ ആർട്സ് ആൻഡ് ഗ്രൂപ്പും മലബാർ സിമന്റ്സും ചേർന്നുണ്ടാകുന്ന വലിയ ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ്. അതാണ് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം. എന്താ അതിലെ വസ്തുത? UDF സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചതാണോ? അല്ല, ഇത് LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ ആരംഭിച്ച പദ്ധതിയാണിത്. LDF സർക്കാരിൻ്റെ കാലത്ത് ഇത് MOU ഒപ്പിടുകയും അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഓർഡർ ഇറങ്ങുകയും ഈ അന്നത്തെ വ്യവസായ മന്ത്രി P. രാജീവ് ടാറ്റയുടെ മേധാവി ചന്ദ്രശേഖരനുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർ തമ്മിൽ ധാരണയിലെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി കൈമാറുകയും ആ കൈമാറിയ ഭൂമിയിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നിലവിലുള്ള സ്റ്റാറ്റസ്. എന്താണ് ഇനി പദ്ധതി? ഈ പദ്ധതി എന്ന് പറയുന്നത് അതിനൊരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, മലബാർ സിമന്റ്സിൻ്റെ കൈവശം കൊച്ചിൻ പോർട്ടിൻ്റെ ഒരു 58 ഏക്കർ ഭൂമിയുണ്ട്. അത് 10 വർഷമായി മലബാർ സിമന്റ്സ് മുമ്പ് പാട്ടത്തിനെടുത്താണ്, ഇപ്പോഴും പാട്ടത്തുക അടച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ ഒരു ധാരണയിലെത്തിയിരുന്നു, ഈ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളുടെ കൈവശം ഇങ്ങനെ ഏക്കർ കണക്കിന് വലിയ വിസ്തൃതിയുള്ള ഭൂമിയുണ്ട്. പക്ഷേ പല ഭൂമിയും വെറുതെ കിടക്കുകയാണ്, അത് ഉപയോഗിക്കുന്നില്ല.
ഉപയോഗിക്കാതെ കാട് പിടിച്ച് നശിച്ചു പോകുന്നു. അവിടെ വ്യവസായങ്ങൾ ആരംഭിക്കാൻ വലിയ സാധ്യതകളുണ്ട് എന്ന് സർക്കാർ കണ്ടെത്തുന്നു. ഈ മലബാർ സിമൻസിൻ്റെ ഭൂമിയിൽ സംഭവിച്ചത്, മലബാർ സിമൻസ് കൊച്ചിൻ പോർട്ടസിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഭൂമി 10 വർഷം മുമ്പ് എടുത്തു. 10 വർഷം മുമ്പ് അവിടെ ഒരു വ്യവസായ സ്ഥാപനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി. പക്ഷേ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ അത് നെഗറ്റീവായിരുന്നു റിസൾട്ട്. അതായത് ആ വ്യവസായം ആരംഭിക്കുന്നത് ഗുണകരമാവില്ല, അത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അത് ഫീസിബിൾ അല്ല എന്നതാണ് ആ റിസൾട്ട്. അപ്പോൾ സ്വാഭാവികമായും മലബാർ സിമൻസ് അത് ഡ്രോപ്പ് ചെയ്തു. അത് ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ ആ സ്ഥലം വേസ്റ്റായി ഇങ്ങനെ കിടക്കുമ്പോഴാണ് സർക്കാർ ഒരു പുതിയ പദ്ധതിയുമായി വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംസ്ഥാന വ്യാപകമായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി, വെറുതെ കിടക്കുന്ന ഭൂമിയിൽ ചെറുതും വലുതുമായ വ്യവസായങ്ങൾ ആരംഭിച്ച് കേരളത്തിൽ നിക്ഷേപ സാധ്യത വർദ്ധിപ്പിക്കുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം കൂട്ടുക, ഈ ലക്ഷ്യങ്ങളോടുകൂടി ഈ ഭൂമി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഈ ഭൂമിയുടെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ മുൻ വ്യവസായ മന്ത്രിയായിരുന്ന പി രാജീവ് ഇതിനൊരു സമിതിയെ നിയോഗിച്ചു ഈ ഭൂമികളെക്കുറിച്ചൊക്കെ പഠിക്കാൻ. ആ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പോർട്ടസിൻ്റെ ഭൂമിയിൽ ഇങ്ങനെ ബോട്ട് നിർമ്മാണത്തിനൊരു വ്യവസായ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയത്. കാരണം കടലോര പ്രദേശമാണ്, അതിന് അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി. മലബാർ സിമൻസിൻ്റെ ഭൂമിയാണെന്ന് വ്യക്തമായി. അപ്പോൾ മലബാർ സിമൻസ് പൊതുമേഖലാ സ്ഥാപനമാണ്. സർക്കാർ ആലോചിച്ച് മലബാർ സിമൻസിൽ പങ്കാളികളാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറിൽ ഈ മേഖലയിൽ പരിചയമുള്ളൊരു കമ്പനി വേണം. അങ്ങനെയാണ് ടാറ്റയുടെ സബ്സിഡിയറി ആർട്സൺ ഗ്രൂപ്പിലേക്ക് എത്തുന്നത്. അവർ തയ്യാറാണെന്നറിയിച്ചു. മന്ത്രി പോയി അവരുടെ മേധാവിയെ കണ്ടു, സംസാരിച്ചു. അവർ തിരുവനന്തപുരത്ത് വന്നു, MOU ഒപ്പിട്ടു. സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോയി. ആ ഭൂമി കൈമാറ്റവും നടന്നു. ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. കേരളത്തിന് വലിയ വികസന സാധ്യതകളുള്ള ഒരു പദ്ധതിയാണിത് എന്നുള്ളതാണ് വസ്തുത. കാരണം ബോട്ടുകൾ നിർമ്മാണം എന്ന് പറയുമ്പോൾ ചെറിയ ബോട്ടുകളല്ല, വലിയ ബോട്ടുകളാണ്. വേണമെങ്കിൽ ചെറു കപ്പലുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ബോട്ടുകൾ കേരളത്തിൽ നിർമ്മിക്കാം. അത് കേരളത്തിൻ്റെ ഉൾനാടൻ ജലപാതകളിൽ ഉപയോഗിക്കാം, കടൽ തീരങ്ങളിൽ ഉപയോഗിക്കാം. വലിയ സാധ്യതകളുണ്ട്. ഇനി മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത് നമുക്ക് വിൽക്കാം, വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെ ഒരുപാട് വ്യവസായ സാധ്യതകൾ, തൊഴിലവസര സാധ്യതകൾ ഒക്കെ ഉണ്ടായിരുന്ന ആ പദ്ധതി മുന്നോട്ട് പോയി. അതിപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓൺഗോയിങ് ആണ്. പദ്ധതി കമ്മീഷൻ ചെയ്തിട്ടില്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭൂമി കൊച്ചിൻ പോർട്ടസിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ഭൂമിയാണ്. ആ ഭൂമിയുടെ ദൃശ്യങ്ങൾ നമുക്ക് പകർത്തുന്നതിനൊരു നിയമപരമായ തടസ്സമുണ്ട്. കാരണം അത് വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു പ്രദേശമാണ്. പോർട്ടർ, കൊച്ചിൻ നേവിയുടെ പ്രദേശം ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഇറാൻ കപ്പൽ ഈ സമീപകാലത്ത് ഹോർമുസ് കടലിടുക്കിൽ അക്രമത്തിനെതിരായി ഇവിടെ കൊണ്ടുവന്ന് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്ന വളരെ തന്ത്രപ്രധാനമായ പ്രശ്നമുള്ള ആ ഇറാനിയൻ കപ്പൽ അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ മാധ്യമങ്ങളെയോ മൊബൈലിൽ പോലും ദൃശ്യങ്ങൾ എടുക്കാൻ അനുവദിക്കില്ല. അല്ലെങ്കിൽ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്കിപ്പോൾ ദൃശ്യവൽക്കരിച്ച് കാണിക്കാനും കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെ നിയമപ്രശ്നം അവിടെ ഉണ്ട്. അത് ദൃശ്യങ്ങൾ എടുക്കാൻ പോയ CRPF ആണ്, കേന്ദ്രസേനയാണ്, അവർ അനുവദിക്കില്ല. അതാണ് സാഹചര്യം. അങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ പദ്ധതിയെക്കുറിച്ചാണ് 2 മാസം മുമ്പ് മാത്രം അധികാരത്തിൽ വന്ന UDF സർക്കാരിൻ്റേതാണെന്ന രീതിയിൽ മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പ് ഇറക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അതിന് അദ്ദേഹത്തെ നിർബന്ധിതമാക്കിയത് വേറൊരു സാഹചര്യമാണ്. കാരണം 10,000 കോടി പൊളിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാൻ അദ്ദേഹം ഉണ്ട്. ഇങ്ങനെ കുറേ പദ്ധതികൾ ചേരുമ്പോൾ 10,000 എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ പ്രശ്നം ആ 10,000-ൽ ഈ 500 ഇല്ല. ഈ 500 LDFൻ്റെ 500 കോടിയാണ്. ആ LDFൻ്റെ 500 കോടി എന്ന് പറയുന്ന കഴിഞ്ഞ സർക്കാർ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കി നിർമ്മാണ ഘട്ടത്തിലേക്ക് കടന്നതിന് ശേഷമാണ് ആ സർക്കാർ പോകുന്നത്. ആ പദ്ധതിയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞത് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രതിപക്ഷവും മുൻ നിയമമന്ത്രി വ്യവസായ മന്ത്രിയുമായ പി രാജീവും ചൂണ്ടിക്കാട്ടിയത്. വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു, ഇങ്ങനൊരു പദ്ധതി മുൻ സർക്കാർ തുടക്കമിട്ടിട്ടുണ്ട്, നമ്മൾ അതുമായി മുന്നോട്ട് പോയി അത് യാഥാർത്ഥ്യമാക്കും, കേരളത്തിന് ഒരുപാട് സാധ്യതകളുള്ളതായിരുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം ഇത് എൻ്റേതാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ അവകാശവാദം മുഖ്യമന്ത്രി ഉന്നയിച്ച് ശരിയായില്ല എന്നാണ് മുൻ മന്ത്രി പി രാജീവ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 8 കാലി മമ്മൂഞ്ഞിൻ്റെ നിലപാടിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി താഴരുത് എന്നാണ് പി രാജീവിൻ്റെ വാചകം. വ്യക്തമാണിത്. അതായത് ഇങ്ങനൊരു നിലപാട് ഒരു കാരണവശാലും മുഖ്യമന്ത്രി എടുക്കാൻ പാടില്ലായിരുന്നു. താൻ ആദ്യം അവകാശപ്പെട്ട 10,000 കോടി പൊളിഞ്ഞപ്പോൾ പകരം വെച്ചത് അതിനേക്കാൾ വലിയ നുണയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ VD സതീശിൻ്റെ കാര്യത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സാലിം മുഹമ്മദ്, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ മിഷൻ സമുദ്രയിലൂടെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന ആകെ നിക്ഷേപങ്ങളുടെ വ്യാപ്തിയാണ് ഈ 10,000 കോടിയോളം രൂപ എന്നാണ് ഈ മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. അതായത് ഈ മലബാർ സിമൻസ് ലിമിറ്റഡും ടാറ്റ പ്രൊജക്ട്സും ഗ്രൂപ്പിന്റെ ഭാഗമായ ആർട്സൺ എഞ്ചിനീയറിംഗ് ലിമിറ്റഡും ചേർന്ന് കൊച്ചിൻ പോർട്ടിൽ വലിയ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കും
ആരംഭിക്കാൻ പോകുന്നു. അതായത് ഈ വലിയൊരു നുണയാണ് പൊളിഞ്ഞിരിക്കുന്നത്. ഈ 10,000 കോടി എന്ന് പറയുമ്പോൾ ഈ മിഷൻ സമുദ്രയിലൂടെ അതിനെ ആകർഷിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ 10,000 കോടി എന്നാണ് ഈ മുഖ്യമന്ത്രി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അതിൽ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. ഒരു 10,000 കോടി ഇവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് ടാറ്റയുടെ മേധാവി മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടില്ല എന്നതൊക്കെയാണ് വസ്തുത. വെറുതെ അങ്ങനെ ഒരു പദ്ധതി ആലോചിക്കുന്നു എന്നല്ല പറഞ്ഞത് അദ്ദേഹം അന്തർദേശീയ മാധ്യമത്തോട് പറഞ്ഞതും തിരുവനന്തപുരത്ത് വേദിയിൽ പ്രഖ്യാപിച്ചതും ഒരേ കാര്യം തന്നെയാണ്. അന്തർദേശീയ മാധ്യമത്തോട് ഇത്തിരി കടത്തി പറഞ്ഞു. ടാറ്റയുടെ മേധാവി തന്നെ ബന്ധപ്പെട്ടിരുന്നു, അതിനുശേഷം ഇവിടെ വന്ന് ചർച്ച നടത്തി, കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് എത്തി, വിപ്ലവകരമായൊരു പ്രഖ്യാപനം, അത് 10,000 കോടി കപ്പൽ നിർമ്മാണം, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് വസ്തുതാവിരുദ്ധമായിരുന്നു എന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. അതിൽ നിന്ന് തടിയൂരാൻ അതിൽ പെട്ടുപോയി അദ്ദേഹം. കാരണം വസ്തുതാവിരുദ്ധത അത് ടാറ്റ കമ്പനി തന്നെ തുറന്നു കാട്ടി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല, ഞങ്ങൾ ഇതുവരെ കപ്പൽ നിർമ്മാണ മേഖലയിൽ വ്യവസായം ഇല്ലാത്ത ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് എന്നാണ് ടാറ്റ പറഞ്ഞത്. അതായത് ടാറ്റയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ബഹിരാഷ്ട്ര കമ്പനിയാണ് ഇന്ത്യൻ ബേസ് ആയിട്ടുള്ള. ആ ബഹിരാഷ്ട്ര ഭീമനെ സംബന്ധിച്ചിടത്തോളം ടാറ്റയെക്കുറിച്ച് പറയുന്നത് മുട്ടുസൂചി മുതൽ ഏറ്റവും ഉയർന്ന റോക്കറ്റ് വരെ നിർമ്മിക്കുന്ന വ്യവസായ ഗ്രൂപ്പ് എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് കപ്പൽശാലയില്ല. അതവർ തുറന്നു പറയുന്നുണ്ട്. ഞങ്ങൾ കപ്പൽ നിർമ്മാണ മേഖലയിൽ ഞങ്ങളില്ല, ഞങ്ങൾ ഇതുവരെ ചുവട് വയ്ക്കാത്തൊരു മേഖലയാണ്, തൽക്കാലത്തേക്ക് അത് ആലോചിക്കുന്നുമില്ല, കേരളത്തിൽ അങ്ങനെ ഒരു പദ്ധതിയുമില്ല. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ടാറ്റ ഗ്രൂപ്പിന് അങ്ങനെ പറയേണ്ടി വരിക. അതായത് ഒരു മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെന്ന് ടാറ്റ ഗ്രൂപ്പ് ഒരു ദേശീയ മാധ്യമത്തിന് എക്കണോമിക് ടൈംസ് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറയുന്നു എന്നുള്ളതാണ്. എക്കണോമിക് ടൈംസ് അത് ഫ്രണ്ട് പേജിൽ വാർത്തയായിട്ട് അടിക്കുകയും ചെയ്തു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റ അപമാനകരമായ ഒരു സാഹചര്യമായിരുന്നു അത്. ആ അപമാനം വരുത്തി വെച്ചത് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് എന്നുള്ളതാണ് പ്രശ്നം. അതിൽ നിന്ന് തടിയൂരാൻ അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളുടെ മുമ്പിലൊന്നും വരുന്നില്ല. വാർത്താ സമ്മേളനങ്ങളിൽ ഇത് സംബന്ധിച്ച് ചോദ്യം ഉയർന്നാൽ വ്യക്തതയോടെ മറുപടി പറയുന്നില്ല. അതൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. തിരിച്ച് ചോദ്യം ചോദിക്കുകയല്ലാതെ അദ്ദേഹം ഇതിലൊരു വ്യക്തമായ ക്ലാരിറ്റിയോടെ ഒരു വിശദീകരണം ഇനി ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നൽകാനിടയില്ല. മറ്റെന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുക. അദ്ദേഹം ഈ കേസിൽ ചെയ്തത് പകരം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി. വാർത്താക്കുറിപ്പിലാണ് LDF സർക്കാരിൻ്റെ പദ്ധതി ഇത് UDF സർക്കാരിൻ്റെതായി അവതരിപ്പിച്ച് ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച 10,000 കോടി എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. അതാണ് പ്രശ്നമായത്. അപ്പോൾ അതിനി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വേറൊരു വഴിയില്ല. ഇതിൽ അദ്ദേഹം എന്ത് വിശദീകരണം നൽകുന്നു എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ മുൻ വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞ വേറൊരു പദ്ധതിയും കൂടെ ഉണ്ട്. അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡും ഹുണ്ടായി കമ്പനിയും ചേർന്ന് 3,700 കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. വലിയ പദ്ധതിയാണിത്. അത് കൊച്ചിയിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ പ്രവർത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതും തൻ്റേതാണെന്നും പറഞ്ഞ് അദ്ദേഹം വരുമോ എന്നൊരു പരിഹാസ രൂപേണ മുൻമന്ത്രി P. രാജീവ് മാധ്യമങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു. കാരണം ഇങ്ങനെ സമാനമായ പല പദ്ധതികൾ കഴിഞ്ഞ സർക്കാർ രൂപ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേയേറെ പദ്ധതികൾ അങ്ങനെ പ്രോസസ്സിങ്ങിലാണ്, കുറേയേറെ പദ്ധതികൾ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടന്നു. അങ്ങനെ വ്യവസായ ഉച്ചകോടിയിൽ ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ച പല പദ്ധതികളും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ഒന്നൊന്നായി. ഇനി പല പദ്ധതികളുണ്ടത്. ആ പദ്ധതികളെല്ലാം തങ്ങളുടേതാണെന്നും പറഞ്ഞ് വെറും 2 മാസം പ്രായമുള്ള V.D. സതീശൻ സർക്കാർ അതിൻ്റെ മുഖ്യമന്ത്രി വരുമോ എന്ന് P. രാജീവ് ഇന്നലെ മാധ്യമങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് പ്രശ്നം. കാരണം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി V.D. സതീശൻ പറഞ്ഞത് 2 കാര്യങ്ങളും വസ്തുതാവിരുദ്ധം. ആദ്യത്തെ 10,000 കോടിയും വസ്തുതാവിരുദ്ധം, പിന്നീട് പറഞ്ഞ 500 കോടി അത് അവരുടേതല്ല, ഇടതുപക്ഷത്തിൻ്റെതാണ് എന്നുള്ളതാണ് വിഷയം. ഇനി ഇതിൽ എന്ത് മറുപടിയും വിശദീകരണവുമാണ് മുഖ്യമന്ത്രി V.D. സതീശൻ നൽകാനുള്ളത് എന്നാണ് കേരളം അറിയാൻ കാത്തിരിക്കുന്നത്. ഈ 500 കോടിയുടെ പദ്ധതി മുഖ്യമന്ത്രി ഈ 500 കോടിയുടെ പദ്ധതി മുഖ്യമന്ത്രി നടപ്പിലാക്കിയതാണ്, അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, ഇതിനെ ഈ മിഷൻ സമുദ്രയുമായി ബന്ധിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അത് ഇത്തരത്തിലൊരു കള്ളം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്ന രീതിക്കാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് മിഷൻ സമുദ്രയുമായി കൂട്ടിച്ചേർത്താണ് അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് മിഷൻ സമുദ്ര എന്ന് പറയുന്നത് UDF കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. കേരളത്തിൻ്റെ തീരദേശത്തുള്ള തുറമുഖങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടൊരു വലിയ പദ്ധതി. അത് നടപ്പാകുമെങ്കിൽ നല്ല പദ്ധതിയാണ്. ആർക്കും പ്രതിപക്ഷത്തിന് പോലും എതിരെ അഭിപ്രായം ഉണ്ടാവില്ല. കാരണം പക്ഷേ അതിൻ്റെ ചില പരിമിതികൾ അന്ന് തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേതായാലും അതവിടെ നിൽക്കട്ടെ. അത് ഈ പുതുതായി വന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതി ഈ തുടക്കഘട്ടത്തിൽ പോലും എത്തിയിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു പദ്ധതിയും കേരളത്തിൽ ഇതുവരെ വന്നതായിട്ട് മുഖ്യമന്ത്രിക്ക് പോലും പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഇല്ലാത്ത പദ്ധതികൾ പറയേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. അപ്പം
മിഷൻ സമുദ്ര എന്ന് പറയുന്ന UDFന്റെ VD സതീശൻ തുറമുഖ വകുപ്പൊക്കെ ഏറ്റെടുത്തത് അതൊക്കെ നടപ്പിലാക്കാനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. മറ്റു പല കഥകളും കേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പുറത്തു പറഞ്ഞത് തൻ്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ സമുദ്രയ്ക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഞാൻ തുറമുഖ വകുപ്പും കൂടി, ഒരുപാട് ജോലിയുള്ള മുഖ്യമന്ത്രി, നിയമമന്ത്രി, ധനമന്ത്രി, ഇതിൻ്റെ കൂടെ തുറമുഖ വകുപ്പും കൂടി അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതെന്തെങ്കിലും ആട്ടെ, അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളിലൊന്ന് ഈ മിഷൻ സമുദ്രം നന്നായി നടപ്പിലാക്കുന്നതിന് വേണ്ടി താൻ തന്നെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ മിഷൻ സമുദ്രയുടെ പേരിൽ നല്ലൊരു സ്കീമോ പദ്ധതിയോ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പറഞ്ഞത് ഇല്ലാത്ത പദ്ധതി അതിൽ ഉൾപ്പെടുത്തി മാധ്യമങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച് കേരളത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു സമീപനം ദേശീയ തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ എടുത്തു എന്നുള്ളതാണ് പ്രശ്നം. അതിന് പകരം വെച്ച പദ്ധതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ആ പദ്ധതി കേരളത്തിൽ കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു പദ്ധതിയാണിത്. വെറുതെ ഉണ്ടായതല്ല. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വ്യവസായ വികസനം കേരളത്തിൽ വലിയ സ്വപ്നമായി ഇങ്ങനെ അവശേഷിക്കുന്ന ഘട്ടത്തിലാണ് ഇടത് സർക്കാർ പല പദ്ധതികളും നടപ്പിലാക്കി തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി ഒന്നായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള മിച്ചഭൂമി ഏറ്റെടുത്ത് വ്യവസായങ്ങൾ ആരംഭിക്കുക എന്നുള്ളത്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശം അങ്ങനെ ഏക്കർ കണക്കിന് ഭൂമി കേരളത്തിൽ വെറുതെ തരിശായി കിടക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യവസായങ്ങളും അവിടെ ഇല്ല. കൃഷിക്ക് പോലും അവിടെ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത്തരം ഭൂമികൾ കണ്ടെത്തി ഏറ്റെടുത്ത് പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് നമുക്ക് കൂടുതൽ നികുതി വരുമാനം ഉണ്ടാക്കാനുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇടത് സർക്കാർ ആവിഷ്കരിച്ചത്. അത് സക്സസ് ആണ്. കാരണം കൊച്ചിയിലും പെട്രോകെമിക്കൽ നിർമ്മാണ യൂണിറ്റ് അത് ഓൺഗോയിങ് ആണ്, നിർമ്മാണ അന്തിമഘട്ടത്തിലേക്ക് കടന്നു. രണ്ടാമത്തത് അങ്ങനെ പല പദ്ധതികളിലൊന്നാണ് ഇപ്പോൾ പറഞ്ഞ ആർട്സൺ ഗ്രൂപ്പും മലബാർ സിമെൻസിൻ്റെ ഭൂമിയിൽ നടപ്പിലാക്കിയ പദ്ധതി. അത് മലബാർ സിമെൻസിൻ്റെ ഓഹരി അതിൽ ഈ ഭൂമിയുടെ 9.6863 ഹെക്ടർ ഭൂമിയുടെ മതിപ്പ് വിലയായ 58 കോടി രൂപയാണ് മലബാർ സിമെൻസിൻ്റെ ഈ ജോയിൻറ്റ് വെഞ്ചറിലെ അവരുടെ ഓഹരി നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പം മലബാർ സിമെൻറ്റ്സ് മറ്റൊരു വ്യവസായ മേഖലയിലേക്ക് കടക്കുന്നു. ആ പൊതുമേഖലാ വ്യവസായത്തെ കൂടുതൽ നമുക്ക് പുഷ്ടിപ്പെടുത്താൻ കഴിയുമായിരുന്നു. അങ്ങനെ ദീർഘകാല ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ ഇടത് സർക്കാർ നടപ്പിലാക്കിയ പല പദ്ധതികളിലൊന്നാണ് ഇത്. അത് കേരളം വേറെ ചർച്ച ചെയ്താണ്. എക്കണോമിക് ടൈംസ് മറ്റും ദേശീയ മാധ്യമങ്ങളടക്കം കേരളത്തിൽ UDF അനുകൂല മാധ്യമങ്ങൾ പോലും അന്ന് MOU ഒപ്പുവെച്ചപ്പോൾ അത് വാർത്തയാക്കിയവരാണ്. ആ MOU ഒപ്പുവെക്കുന്ന ഒരു വശത്ത് മുഹമ്മദ് അനീഷ് IAS, അന്ന് തൊട്ടടുത്ത് P രാജീവ് മന്ത്രി, അതിൻ്റെ എതിർവശത്ത് ഒപ്പുവെക്കുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ മേധാവികളിലൊരാൾ, ഒപ്പം തന്നെ അവരുടെ മറ്റുദ്യോഗസ്ഥർ. ആ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട്. ആ ഒപ്പുവെച്ച ചിത്രം പത്രങ്ങളിൽ വന്നത് ഇപ്പോഴും ലഭ്യമാണ്. മനോരമ ഓൺലൈനിൽ പോലും ആ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം 2025 ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച ആ കരാർ ഇപ്പോൾ തൻ്റേതാണ് എന്ന തരത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മർമ്മപ്രധാനമായ വിഷയം. ഇതടക്കം അദ്ദേഹം നിരന്തരം പറയുന്ന പല പ്രശ്നങ്ങളിലും ഈ പൊരുത്തക്കേടുണ്ട് എന്നുള്ളത് കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നതാണ്. ആ പൊരുത്തക്കേട് ചൂണ്ടിക്കാണിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ആ പൊരുത്തക്കേട് ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമപ്രവർത്തകരോട് വ്യക്തതയില്ലാത്ത മറുപടി പറയുകയും അതിന് അദ്ദേഹം തിരിച്ച് ദേഷ്യപ്പെടുകയൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രി എടുക്കുന്ന ഈ സമീപനങ്ങൾ പലതും അടിസ്ഥാനപരമായി വസ്തുത ഇല്ലാത്തതാണ് എന്നുള്ളത് ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് നല്ലതല്ല, പൊതുവിൽ കേരളത്തിന് നല്ലതല്ല. അത് നമ്മൾ ഈ വിഷയത്തിൽ അനുഭവിക്കുകയാണ്. കാരണം നമുക്ക് ദേശീയ തലത്തിൽ നാണക്കേടുണ്ടാക്കിയൊരു പ്രഖ്യാപനമാണ്. പറഞ്ഞത് വ്യക്തിപരമായി VD സതീശൻ എന്ന മുഖ്യമന്ത്രിയാണെങ്കിലും അത് ബാധിക്കുക കേരളത്തിൻ്റെ പൊതു നിലപാടിനെയാണ്. കേരളം ഇങ്ങനെയാണെന്നൊരു പൊതുധാരണ സൃഷ്ടിക്കപ്പെടാനിടയാക്കും എന്നൊക്കെയാണ് മുൻ മന്ത്രി P രാജീവ് ചൂണ്ടിക്കാട്ടിയത്. ഒരു വസ്തുതയാണ് താനും. ആ ഇഷ്യൂ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇക്കാര്യത്തിലൊക്കെ എന്ത് വിശദീകരണം മുഖ്യമന്ത്രിക്ക് നൽകാനുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരി സാലി, ഈ 10,000 കോടിയുടെ ടാറ്റ നിക്ഷേപ കഥ ടാറ്റ തന്നെ നിഷേധിച്ചതോടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കള്ളങ്ങൾ ഓരോന്നായി പൊളിയുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ മറ്റൊരു പ്രഖ്യാപനവുമായാണ് മുഖ്യമന്ത്രി എത്തിയത്. അതായത് ഈ മലബാർ സിമെന്റ്സ് ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് സംയുക്ത സംരംഭം, ഇത് LDF സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പദ്ധതിയാണ്. ഇതിപ്പോൾ UDF സർക്കാരിൻ്റേതെന്ന പേരിലാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെന്ത് മറുപടിയാണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളതെന്നാണ് ഇനി കാണേണ്ടത്.